ഹായ് ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കോഴിക്കോട്, നമ്മുടെ ബഷീർ സാഹിബിൻ്റെ കോഴിക്കോട്, അതെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മാനാഞ്ചിറ. കോഴിക്കോട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നൊരു സ്ഥലമാണ് മിഠായി തെരുവ്, അതായത് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന SM സ്ട്രീറ്റ്. എന്നോട് തൊട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് മാനാഞ്ചിറ സ്ക്വയർ. മാനാഞ്ചിറ എന്ന് പറഞ്ഞാൽ അത് പകൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് എപ്പോഴും പോയിട്ട് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്, ഒരു സ്പോട്ടാണത്. അവിടെ നമുക്ക് ന്യൂ ഇയർ ക്രിസ്മസ് അതിനോടനുബന്ധിച്ച് നടക്കുന്ന ലൈറ്റ് ഷോ ആയിരുന്നു ഇത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളെല്ലാം അത് പോയി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ വീഡിയോ ഇടത്തിൽ വൈകിപ്പോയത് വേറെ ഒന്നുമല്ല, ഞാനൊക്കെ ലാസ്റ്റാണ് പോയത്, തന്നെ പോകാൻ പറ്റിയില്ലായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ. ഞാനൊരു ഇതുപോലെ ലൈറ്റ് ഷോ ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയിൽ നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവിടുത്തെ പുല്ലുകളും കാര്യങ്ങളൊക്കെ കരിയിച്ച് കളഞ്ഞിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതിനെക്കൊണ്ട് ഈ പൊടിയെല്ലാം ആളുകൾ നടന്നിട്ടുള്ള പൊടികൾ പാറിയിട്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പൊതുവേ കാണാൻ നല്ല രസമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് തോന്നും ഓരോ ക്രിയേറ്റിവിറ്റി കാണുമ്പോൾ ഇത്ര ഭംഗിയിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അപ്പം നിങ്ങളിത് പോയി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കണം. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ഭംഗിയിലാണ് ഓരോ ഡിസൈനിൽ അവരത് ലൈറ്റിൻ്റെ ഭംഗി കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും കാണുമ്പോൾ ഭംഗി എന്ന് പറഞ്ഞാൽ രാത്രി തന്നെയാണ്. ഞാൻ അതിന് മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൈസൂരിലെ വാട്ടർ ഡാൻസ്. ആ വാട്ടർ ഡാൻസ് ഇതുപോലെ ലൈറ്റ് വെച്ചിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ അതും അതിനെപ്പോലെ തന്നെ മനോഹരമായിട്ടായിരുന്നു ഇവരിവിടെ ചെയ്തിരിക്കുന്ന ഓരോന്നും. പിന്നെ അവിടെ നിറയെ എല്ലാ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ പൊതുവെ കാണുന്ന കച്ചവടക്കാർ ഓരോ സാധനങ്ങൾ അതിൽ കണ്ടോ, എല്ലാത്തിനും ലൈറ്റ് എഫക്റ്റ് ആയിരുന്നു. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോവില്ല, ഇങ്ങനെ ലൈറ്റ് വീഴുന്നതൊക്കെ ഞാൻ ചെറുതാകുമ്പോൾ കണ്ടിരുന്നു. പിന്നെ കുറേയൊന്നും അത് കാണാനില്ലായിരുന്നു. ഇപ്പോൾ അത് പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു ആ ഓപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു രസം, പ്രത്യേകിച്ച് നൈറ്റിൽ ഇത്രയും ലൈറ്റ് കാണുമ്പോൾ. കാരണം കംപ്ലീറ്റ് ഇരുട്ട്, ആ ഇരുട്ടിൽ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. കാരണം ഒരു മരത്തിന് തന്നെ അത്ര ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ മരത്തിൽ ഞാൻ കണ്ടില്ലേ, നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എന്തൊരു ഭംഗിയിലാണ് ലൈറ്റ്. എത്രയോ ആളുകളുടെ എത്രയോ ദിവസത്തെ ഒരു എഫേർട്ടാണ് കാണുന്നത്. പക്ഷെ നമുക്കിത് കാണുമ്പോൾ ഒരു കൗതുകം. അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോസ് ആരെയും കാണുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും ലൈറ്റ് ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. കാരണം നല്ല രസമാണ് കണ്ടിരിക്കാൻ. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടാണ് കലാകാരന്മാർ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല സന്തോഷം തോന്നും നമുക്ക്. നമ്മുടെ നാട്ടിൽ ഇത്തരം അത് ഫ്രീ ഷോ ആയിരുന്നു കേട്ടോ, ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെയുള്ളൊരു ഫ്രീ ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ, നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അത്രയും ആളുകൾ വന്നിരുന്നു ഇത് കാണാൻ. ഇപ്പോൾ പോയിട്ട് കാണാൻ പറ്റുന്നവരൊക്കെ ഇപ്പം ഇനി അവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ വീട്ടിൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. ഇനി അഥവാ ഇങ്ങനെ വല്ല വീഡിയോസോ കാര്യങ്ങളോ കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ വെച്ചാൽ നിങ്ങൾ പോയിട്ട് കാണണം കേട്ടോ. കാരണം നിങ്ങളല്ലേ വീഡിയോയിൽ നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒത്തിരി ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഇതുപോലെ ഇതിൻ്റെ ലൈറ്റ് ഷോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയിലാണ് ഈ പ്രാവശ്യം അവർ ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ വർഷം മുന്നോട്ട് പോകുന്തോറും ഇവർ അതിമനോഹരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ കണ്ടോ. ഇതിൽ പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഷോകളൊക്കെ നടക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾക്ക് ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്രോതസ്സ് കൂടിയായിട്ട് ഇത് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മലയാളീസിനേക്കാളും കൂടുതലുള്ളത് പുറത്തുനിന്നുള്ള ആളുകളാണ്. കാരണം അവരാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.